ശബരിമല സർവീസിൽ കെഎസ്ആർടിസിക്ക് മുന്നറിയിപ്പുമായി ഹൈക്കോടതി. ഒരു തീർത്ഥാടകനെ പോലും നിർത്തി യാത്ര ചെയ്യിപ്പിക്കരുതെന്ന് ഹൈക്കോടതി പറയുന്നു. അങ്ങനെ കണ്ടാൽ നടപടിയെടുക്കും. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ബസ് പോലും ഉപയോഗിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷബ്ന സിയാദ് ചേരുകയാണ്. ഷബ്ന, നേരത്തെ പലപ്പോഴും ഉള്ള പരാതിയായിരുന്നു, കാരണം പണം കൃത്യമായി വാങ്ങിക്കുന്നു, പക്ഷേ ഇരുന്ന് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യം പലപ്പോഴും തീർത്ഥാടകർക്ക് ഉണ്ടാകുന്നു. ഇത്തവണ കൂടുതൽ സർവീസുകൾ ഇക്കാര്യത്തിൽ കെഎസ്ആർടിസി കണ്ടെത്തണം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മണ്ഡലം മകരവിളക്ക് കാലത്ത് നിലയ്ക്കൽ നിന്ന് ശബരിമലയിലേക്ക് നിയന്ത്രിതമായ അളവിൽ കാറുകളടക്കം കടത്തിവിടാമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. ഇതിനെ KSRTC കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ശബരിമല കമ്മീഷണർ റിപ്പോർട്ട് പ്രകാരമാണ് കോടതി ഇപ്പോൾ ഈ KSRTC ബസ്സുകളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ചെറിയ വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നതിന് KSRTC അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ എതിർക്കുകയും ചെയ്തിരുന്നു. ചെറിയ വാഹനങ്ങൾ കടന്നു പോകുന്നതും പാതയോരങ്ങളിൽ പാർക്ക് ചെയ്യുന്നതും ചെയിൻ സർവീസിന്, അതായത് KSRTCയുടെ ചെയിൻ സർവീസിനെ ബാധിക്കും എന്ന രീതിയിലുള്ള റിപ്പോർട്ടും നൽകിയിരുന്നു. ഇന്നിപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ശബരിമലയിലേക്കുള്ള KSRTC ബസ്സുകൾ സംബന്ധിച്ച് കൃത്യമായ നടപടി, അതായത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ബസ് പോലും അവിടെ ഉപയോഗിക്കരുത്, ഒരു തീർത്ഥാടകനെ പോലും നിർത്തിക്കൊണ്ട് പോകരുത്, സീറ്റ് വേണം, അങ്ങനെ അല്ലാതെ കണ്ടിട്ടുണ്ടെങ്കിൽ KSRTCക്കെതിരെ നടപടി സ്വീകരിക്കണം തുടങ്ങിയ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. തീർത്ഥാടകർക്ക് സുഗമമായ രീതിയിൽ തീർത്ഥാടനം നടത്താനും സഞ്ചരിക്കാനുമുള്ള സാഹചര്യം ഒരുക്കണം എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി ഷബ്ന.